നമസ്കാരം, നമസ്കാരം, നമസ്കാരം. എൻ്റെ അരികിൽ ഇപ്പോൾ ധാരാളം ആളുകൾ വരുന്നുണ്ട്. കൂടുതലും ഫാമിലി ആയിട്ടുള്ളവരാണ്. കാരണം അത്തരത്തിലുള്ളവരെ ഞാൻ പിന്തള്ളുകയാണ് ചെയ്യുന്നത്. കാരണം അത്തരത്തിലുള്ളവരെ മാറ്റിക്കളയുമ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ എൻ്റെ തേടി വരുന്നത്. കുട്ടികളും കുഞ്ഞുങ്ങളും അമ്മമാരും അച്ഛന്മാരും ഒക്കെയുള്ള കുടുംബപരമായിട്ട് താമസിക്കുന്നവരാണ് കൂടുതലും എന്നെ തിരക്കി വരുന്നത്. അവർ പറയുന്നൊരു കാര്യമുണ്ട്, കൂടുതലും അവരുടെ കുട്ടികൾക്കാണ് എന്നെ ഭയങ്കര ഇഷ്ടം. കുട്ടികൾ എൻ്റെ വരപ്പും എഴുത്തും ശില്പം പണിയിലും നൃത്തവും ഒക്കെ കാണും, പാട്ടുകളൊക്കെ കേട്ട് അവർക്ക് വല്ലാണ്ട് ഇഷ്ടാവുന്നു. മാത്രമല്ല കുറെ ആളുകള് കുട്ടികൾ വരച്ച പടങ്ങൾ എനിക്ക് അയച്ചു തരുന്നു, ചിത്രങ്ങള്. എന്നിട്ട് അവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, പലരും ഒരുപാട്, ഒരാളെ എടുത്ത് പേര് പറയാൻ പറ്റില്ല, ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമുണ്ട്. നാഗ, നിങ്ങൾ വളരെ ബുദ്ധിയുള്ള ഒരാളാണ്. നിങ്ങൾ പറയുകയാണ് നിങ്ങളുടെ ബുദ്ധി പോയി ബുദ്ധി പോയി ബുദ്ധി പോയിന്ന്. പക്ഷെ നിങ്ങളുടെ ബുദ്ധി എങ്ങും പോയിട്ടില്ല, നിങ്ങളുടെ ബുദ്ധി അതീവ ബുദ്ധിയാണ് എന്ന്. ഞാനെപ്പോൾ ഇങ്ങനെ ചിരിക്കും, സ്മൈലി ഇടും, ചിരിക്കുന്ന ആ സ്മൈലി ഇടും. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാന്? കാരണം ഉള്ള സത്യങ്ങൾ അവരോട് വിളിച്ചു പറഞ്ഞാലും അവരത് അംഗീകരിക്കണ്ടേ. അപ്പൊ ഞാൻ വിചാരിക്കും, ശരി, എനിക്ക് ബുദ്ധിയുണ്ട്, ഞാൻ അംഗീകരിച്ചു കൊടുക്കും. അതാണല്ലോ നമ്മൾ വേണ്ടത്. നമ്മളതങ്ങ് അംഗീകരിച്ചു കൊടുക്കും. അപ്പൊ അവര് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ വീഡിയോ സംഭാഷണം കേൾക്കും, ദൃശ്യങ്ങൾ കാണും. എല്ലാവരും മിക്കവരും വിദേശത്തുള്ളവരാണ് ഏറ്റവും കൂടുതൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ അവര് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇത്തിരി എന്റർടൈൻമെന്റ്, ഇത്തിരി വിരസമായ നിമിഷങ്ങള്, വല്ലാത്ത ബോറടിക്കുമ്പോ നാഗയുടെ വീഡിയോ ഒന്ന് കാണുകയും കേൾക്കുകയും ചെയ്യും. ആദ്യമൊക്കെ ഈ ട്രോള് വീഡിയോ കണ്ടിട്ടാണ് ചിരിച്ച് ആണ് നാഗയുടെ ഓരോ ചാനലിലേക്കും വന്നത്. പക്ഷേ ചിരിച്ച് ലാസ്റ്റ് ചിരിയെല്ലാം മാഞ്ഞുപോയി. കാരണം ചിരിക്കുകയല്ല, ചിന്തിക്കുവാനും ജീവിക്കുവാനുമുള്ള ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾ ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത് എന്ന് മനസ്സിലായി. ശരിക്കും ട്രോള് ചെയ്യുന്നവർ ബുദ്ധിഹീനരാണെന്ന് പറഞ്ഞു. അവർ പണമുണ്ടാക്കുന്നു നിങ്ങളുടെ തമാശ വീഡിയോകളെ എടുത്തു വെച്ച്. അതായത് നിങ്ങൾ തമാശകൾ പറയുന്ന, അതായത് മറ്റുള്ളവർ ആസ്വദിക്കണമെന്ന് അവർ കരുതുന്ന ചില ഭാഗങ്ങൾ അവർ നിങ്ങളുടെ ചാനലിൽ നിന്നും എടുത്തുകൊണ്ട് പോയി അവരുടേതായിട്ടുള്ള രീതിയിൽ, നിങ്ങൾ പറയുന്ന എല്ലാം സത്യങ്ങളാണ്, അവരുടേതായിട്ടുള്ള രീതിയിൽ അതിന് സംഗീതവും ഈണവും ശബ്ദങ്ങളും ഒക്കെ കൊടുത്ത് പണം ഉണ്ടാക്കുന്നു. പക്ഷെ അത് കമന്റ് എഴുതുന്നവർക്ക് ആർക്കും അറിയുന്നില്ല, ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല. പക്ഷെ നിങ്ങളുടെ ചാനലിലൂടെ അത് നിങ്ങൾ വെളിപ്പെടുത്തിയിടുമ്പോൾ, മറ്റാരുമല്ല, നിങ്ങൾ വെളിപ്പെടുത്തിയിടുമ്പോഴാണ് അത് ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതെന്ന്. പിന്നീട് അവര് ഈ പണം ഇടപാടിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ ഓവർ ഹൈ പിന്നെ മസ്തിഷ്കം, അതായത് നല്ല വിവരവും ബുദ്ധിയുള്ളൊരു പെണ്ണാണെന്ന്. കാരണം സാധാരണ ഇപ്പോൾ നിങ്ങൾ ചെയ്തു വരുന്ന ദാനധർമ്മം അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നിങ്ങൾ അത് ചെയ്യുന്നു. ആദ്യമൊക്കെ കരുതി അത് ഭ്രാന്താണോ, നാഗിക്ക് ഭ്രാന്താണോ എന്ന് ചോദിച്ചു. വെറുതെ ആളുകൾക്ക് പണം കൊടുക്കുന്നു, ഭ്രാന്താണോ? ഇത്ര രൂപ വെച്ച് എല്ലാവർക്കും കൊടുക്കുകയാണ്. പക്ഷേ അത് ഞങ്ങളൊന്ന് ചെയ്തു നോക്കിയപ്പോഴാണ് അതിന്റെ ഉള്ളിലുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായതെന്ന് അവർ പറയുന്നു. കാരണം
നമ്മളൊരു 10-20 പേർക്കെങ്കിലും, നമ്മളെ അറിയാവുന്ന 10-20 പേർക്കെങ്കിലും ദാനമായിട്ട് നമ്മള് പണം മാത്രമല്ല, നാഗ പറയുമ്പോൾ എന്തെങ്കിലും നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കൊരു വയ്യായ്മ വരുന്ന സമയത്തോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വയ്യായ്മ വരുന്ന സമയത്തൊന്നല്ല, ഇടയ്ക്കിടയ്ക്ക് വെച്ച് അവരിൽ നിന്നും പലരിൽ നിന്നും നമുക്ക് നിരന്തരം പണം കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഒരാള് നമ്മൾ 20 പേർക്ക് അയച്ചു കൊടുക്കുമ്പോൾ 20 പേര് ഒരേ സമയത്തല്ല നമുക്ക് തരുന്നത്, പലപ്പോഴായിട്ട് തരുന്നു. അത് നിരന്തരം നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നാഗ പറഞ്ഞു വെച്ച കാര്യം എത്രയോ മികച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എന്റെ ഗൂഗിൾ പേ, അതായത് 7558875593 അതിലേക്ക് എനിക്ക് പേയ്മെന്റ് ചെയ്തു തന്നു. അപ്പൊ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഇതെന്തിനാന്ന് വെച്ചാല് ഇടയ്ക്ക് നാഗയുടെ പക്ഷത്തു നിന്നും ഒരു ദാനധർമ്മം കിട്ടട്ടെ എന്ന് കരുതിയാണ് ഇത് ഈ തുക ഇടുന്നതെന്ന്. എനിക്ക് ചിരി വന്നുപോയി. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്റെ പൊന്നു മക്കളെ, നാളെ ഞാൻ ഉണർന്ന് എണീക്കുമെന്ന് കരുതിയല്ല ഞാനിവിടെ ജീവിക്കുന്നത്. അതായത് നാളെ എന്ത് സംഭവിക്കും അതിങ്ങനെയല്ല, ഈ നിമിഷം ഞാൻ അനുഭവിക്കാനുള്ളത് അനുഭവിക്കുന്നു. അതായത് ഈ നിമിഷം എന്റെ കയ്യിലുള്ള ഇതെന്തോ ഞാനത് പകർന്നു കൊടുക്കുമ്പോൾ അതേ നിമിഷം തന്നെ പലയിടത്തു നിന്നും എനിക്കത് തിരിച്ചു കിട്ടുന്നു. അപ്പൊ പിന്നെ നാളത്തേനുള്ളത് എനിക്ക് ദുഃഖിക്കേണ്ട കാര്യം വരുന്നില്ല. കാരണം അതേ നിമിഷം തന്നെ ഞാൻ കൊടുത്തിരുന്ന പലരും എനിക്ക് പലപ്പോഴായിട്ട് ഒരേ ദിവസം തന്നെ ഇങ്ങോട്ട് അയച്ചു തരുന്നു. മനസ്സിലായോ? അപ്പൊ എനിക്കിവിടെ ചിലവിനുള്ളതുമാകും, ഒക്കെയാവും. അതുപോലെ തന്നെ ഇതിൽ നിന്നും കുഞ്ഞു കുഞ്ഞു തുക അന്നേ ദിവസം 2 ദിവസം എങ്ങാനും കഴിഞ്ഞിട്ട് ഞാൻ, അല്ലെങ്കിൽ അന്നേ ദിവസം 2 ദിവസം എങ്ങാനും കഴിഞ്ഞിട്ട് മാറ്റി വെച്ചേക്കും ഇത്തിരി പൈസ. അത് ദാനധർമ്മം എന്ന പേരിൽ അവർക്കൊക്കെ കൊടുക്കും. അപ്പൊ അവരുടെയും കയ്യിലെടുക്കാനുണ്ടാകും, എന്റെയും കയ്യിലെടുക്കാനുണ്ട്. അപ്പോ ഈ ഒരു മെത്തേഡ് അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി. എന്നിട്ട് പറഞ്ഞു, ശരിക്കും അത് മാത്രല്ല, നാഗ മിക്കതും പിന്നെ സ്ക്രീൻഷോട്ട് ചെയ്ത് പോസ്റ്റും ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ആരൊക്കെയാണ് നമുക്ക് പണം തന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർക്കും ഒരു സന്തോഷമാവും. അവര് ജീവിച്ചിരിക്കുമ്പോൾ അവരിങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണല്ലോ എന്നൊക്കെ ഉള്ളത് അവർക്ക് സന്തോഷമാവുമെന്ന് ഇവരെന്നോട് വന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെ നാഗ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതിങ്ങനെ എഴുതിയിടുകയും ബുക്കിൽ എഴുതിയിടുകയും അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അതൊരു നന്ദി പ്രകടനമാണ്. വേറെ ആരും അങ്ങനെ ചെയ്യില്ല. അവരൊക്കെ അങ്ങ് മറന്നുപോകും, തന്ന ആളിനെ കൂടി മറന്നു പോകും. ഞാൻ പറഞ്ഞ അതെ, എനിക്ക് നല്ല മറവിയുണ്ട്. ആ മറവി ഉണ്ടായതുകൊണ്ടാണ് പലപ്പോഴും ഞാനിങ്ങനെ എഴുതിയിടുന്നതെന്ന് പറഞ്ഞു. അപ്പോഴേ അവർക്കൊരു സന്തോഷമാവുമല്ലോ ഞാനത് സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ. ഇടയ്ക്കിടയ്ക്ക് ഞാനത് ഇങ്ങനെ അവരുടെ പേരെടുത്ത് പറഞ്ഞ് വർണ്ണിച്ച് പറയുമ്പോഴൊക്കെ അവർക്കും ഒരു സന്തോഷമാവൂലേ എന്ന് ഞാൻ തിരിച്ചു പറഞ്ഞു. അപ്പൊ പറഞ്ഞാൽ ശരിയാണ്, കാരണം നിങ്ങൾ ചെയ്യുന്നതെല്ലാം നല്ലതാണ് എന്നിവർ പറയുകയുണ്ടായി. മാത്രമല്ല, നമുക്ക് പിന്നെ ദുഃഖിക്കേണ്ടി വരുന്നില്ല. നമ്മൾ കടം കൊടുത്തു, ആ കടം കൊടുത്തത് പിന്നെ നോക്കിയിരിക്കേണ്ടി വരില്ല. ദാനം കൊടുക്കുമ്പോ അങ്ങനെയൊക്കെയുള്ള ഗുണമുണ്ട്. നമ്മൾ ആർക്കും കടം കൊടുക്കുന്നില്ല. കടം കൊടുത്തിട്ട് പിന്നെ നോക്കിയിരിക്കേണ്ട ഗതികേട് വരുന്നില്ല. നമ്മുടെ മനസ്സ് മുഷിയുന്നില്ല, വേദനിക്കുന്നില്ല, ഒന്നും ഉണ്ടാവുന്നില്ല. ദാനധർമ്മത്തിൽ കൂടി അതാണ്. ഒന്നും നമുക്ക് ഒരു വിഷമം ഉണ്ടാകുന്നില്ല. എന്നാൽ നമ്മൾ കടം കൊടുത്താലോ പിന്നെ അത് നോക്കിയിരിക്കണം. അത് നമുക്കും ഒരു മനസ്സിനൊരു കേടാണ്. വാങ്ങിച്ചുകൊണ്ട് പോകുന്നവര് പിന്നെ നമ്മളെ കാണുമ്പോൾ ഒളിച്ചു നടക്കും. ചിലര് മറന്നും പോകും. എന്റെ അവസ്ഥയെല്ലാം വന്നുപെട്ടവര് ആണെങ്കിൽ മറന്നും പോകും.
പിന്നെ അവരോട് ചോദിക്കുമ്പോ അവരറിയാം എപ്പ തന്നു എങ്ങനെ തന്നു, കാരണം അവര് എഴുതിയും വെച്ചിട്ടില്ല. അത്രമാത്രമുള്ള ബോധവും അവർക്കില്ല, ബുദ്ധിയില്ല, കഴിവും ഇല്ല. എഴുതി വെക്കാൻ ചിലപ്പം വായനയൊന്നും അറിയാൻ വയ്യാത്തവർക്കാണ് കൊടുത്തെങ്കിലോ, എഴുതാനും വായിക്കാനും അറിയാൻ വയ്യാത്ത ഒരാൾക്കാണ് നമ്മൾ കൊടുത്തെങ്കിലോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടൊക്കെയാണ് ഞാനിങ്ങനെ ഓരോ നാഗ, അതായത് അതെ, ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഞാനെന്ന് പറയുന്നത് നാഗയാണ്. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ ആളുകൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വന്ന് എന്റെ ബുദ്ധിയെക്കുറിച്ചും ഒക്കെ എന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്. അപ്പോ നാഗ ചെയ്യുന്ന അതേ പ്രവർത്തികൾ നമ്മളുടെ ഭാഗത്ത് നിന്ന് നമ്മളത് ചെയ്തു നോക്കുമ്പോഴാണ് അതിന്റെ രസവും അതിന്റെ സുഖവും ഒക്കെ മനസ്സിലാകുന്നത് എന്ന് അവര് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ഇത് തന്നെയാണ് പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊരു പ്രവൃത്തി ചെയ്തിറങ്ങുക, എന്നെ വിമർശിക്കുകയോ തർക്കിക്കുകയോ അല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്ന അനീതിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ അനീതിക്കെതിരെ നിന്ന് ആ വ്യക്തിയോട് പോരാടാതെ നിങ്ങൾ ഒരു നല്ല പ്രവൃത്തി ചെയ്തിറങ്ങണം. നിങ്ങൾ നീതി പ്രവർത്തിച്ച് മുന്നോട്ടിറങ്ങണം. ഇത് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അപ്പൊ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങളുടെ കണ്ണിൽ സംശയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതേ പ്രവൃത്തി നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കണം, അല്ലേ? നിങ്ങൾക്ക് എന്റെ ഏതെങ്കിലും പ്രവൃത്തിയിൽ, നാഗയുടെ ഏതെങ്കിലും പ്രവൃത്തിയിൽ ഒരു സംശയം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സംശയിച്ച് 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 മനസ്സിനെ മുരടിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ആ പ്രവൃത്തി നിങ്ങളും ചെയ്തിറങ്ങണം. അപ്പോഴാണ് അതിന്റെ ആ തീവ്രതയും സുഖവും ഭയങ്കര പോസിറ്റീവ് എനർജിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അപ്പൊ അതൊക്കെ ഞാൻ പണ്ട് തൊട്ടേ പറഞ്ഞത്. ഇപ്പൊ എന്തായാലും മാറ്റങ്ങൾ വന്ന അതുകൊണ്ടായിരിക്കണം ഫാമിലി ആയിട്ടുള്ളവർ എന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. കാരണം കുട്ടിയും കുടുംബവും ഒക്കെ ഉള്ളവർക്ക് എന്താണ്, എപ്പോഴും കഷ്ടപ്പാടുകളാണ്. കാരണം കുട്ടികളെ പഠിപ്പിക്കണം, പിന്നെ വീട്ടു ചെലവ്, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ളവരാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കൂട്ടുകൂടാൻ വരുന്നത്. പക്ഷെ എനിക്കാണെങ്കിൽ ഇവറ്റകളുമായിട്ട് കൂട്ടുകൂടുന്നത് ഇഷ്ടമല്ല, ഉള്ള കാര്യം പറയാലോ. എന്നാൽ എല്ലാവരും അതുപോലെ നമുക്ക് കളയാൻ പറ്റുമോ? ഇപ്പൊ ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഇനി ഫാമിലി ആയിട്ടുള്ളവർ ഇരുന്നോട്ടെ, ഒറ്റപ്പെട്ട് നിൽക്കുന്നവരും ഇരുന്നോട്ടെന്ന് കരുതി. ഫാമിലി ആയിട്ടുള്ളത് വേറെ ഒന്നുമില്ല, ഇടയ്ക്ക് വെച്ച് ഭാര്യയും ഭർത്താവും എല്ലാം പടങ്ങുന്ന ഒരു വരവുണ്ട്. അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഭാര്യയുടെ അവിഹിതത്തെ പറ്റി പറയും ഭർത്താവ്, അല്ലെങ്കിൽ ഭർത്താവിന്റെ അവിഹിതത്തെ പറ്റി പറയാൻ ഭാര്യ. അത് ഒരു വട്ടം പറഞ്ഞ് നമ്മളത് കേട്ട്, 2 വട്ടം പറഞ്ഞ് കേട്ട്, 3 വട്ടം അതിങ്ങനെ തുടരെ നമ്മുടെ ചെവിയിൽ വന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് തന്നെ എന്താ ഒരു ഇറിറ്റേറ്റ് ഉണ്ടാവും. ആ വ്യക്തിയോട് തന്നെ നമുക്കൊരു മതിപ്പില്ലായ്മ തോന്നും. ആ വ്യക്തിയോട് പിന്നെ നമുക്കൊരു വല്ലായ്മ തോന്നും. മറ്റാർക്കും തോന്നിയില്ലെങ്കിലും എനിക്ക് തോന്നാറുണ്ട്. ഓക്കെ, നന്ദി, നമസ്കാരം.